ആ വീട്ടിലേക്ക് എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്താൽ അവർ സുരക്ഷിതമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പോകാമെന്നുള്ള കാഴ്ചപ്പാടായിരുന്നു അന്നെങ്കിൽ. പാല് മേടിച്ച് വെക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കർഷകന് 83% വിൽപ്പനയുടെ പാലിൻ്റെ 83% കർഷകർ കൊടുക്കും. ലുലു ഗ്രൂപ്പുമായിട്ട് ഒരു ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അവർ ഇന്ത്യക്കകത്തുള്ളതും തുടക്കം എന്നുള്ള നിലയിൽ അവിടെ ഗൾഫ് കൺട്രീസിൽ പാരീസിൽ പോയിട്ട് ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ അവരൊക്കെ അത്ഭുതമാണ്. അങ്ങനെ ഒരു പരിപാടി അവിടെ ഇല്ല. ഈ ക്ഷീരമേഖലയിലെ കർഷകനെ സംരക്ഷിക്കാനുള്ള ഒരു പരിപാടി. ക്ഷീരകർഷകനായി തന്നെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതിന് തെളിവാണല്ലോ താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ. ഈ കാര്യങ്ങളെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ അവബോധമുണ്ടോ? ഇത് നമ്മൾ രണ്ട് വിധത്തിലാണ്, അതാണ് നമ്മളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് വിധത്തിലാണുള്ളത്. നമുക്കിപ്പോൾ 1, 2, 4 പശുക്കളെ വെച്ചുകൊണ്ട് കുടുംബക്കാർ നോക്കി പോകുന്നതിന് പകരം നമ്മൾ അതിനൊക്കെ ജീവനക്കാരെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് ലാഭകരമായിട്ട് പോവില്ല. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നോക്കി നടത്തുന്ന കുടുംബക്കാർ തന്നെ മുന്നോട്ട് പോകണം. നമ്മൾ ക്ഷീരമേഖലയിലെ കേരളത്തിൽ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മളൊരു പഠനത്തിൽ കിട്ടിയ കുറേ വിഷയങ്ങൾ പറയാം. ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ക്ഷീരമേഖലയെ 2 പശുക്കളെ 5 പശുക്കളെ വളർത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ആ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം നടത്തി അവിടെ വളർത്തി വലുതാക്കി മുന്നോട്ട് പോയി അവരൊരു ജോലിയൊക്കെ കിട്ടി സാമാന്യം ഭേദപ്പെട്ട വരുമാനമായാൽ അവരെ അച്ഛനോടും അമ്മയോടും പറയുകയാണ്, തൽക്കാലം നിങ്ങൾ ഈ പണി നിർത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ട പൈസ എത്രയാ മാസം ഞാൻ അയച്ചു തരാം, ഈ പണി നിർത്തണം എന്ന് പറഞ്ഞ കേസുകൾ ഒരുപാട് ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ അതിൻ്റെ മറ്റൊരു വശം കൂടിയുണ്ട്. കാരണം ഇവരൊക്കെ വളർന്ന് വലുതായി വലിയ വിദ്യാസമ്പന്നരായി വലിയൊരു ജോലിക്കൊക്കെ പോയ അച്ഛനും അമ്മയും പശുവിൻ്റെ പുറകിൽ പോകുന്നതിനുള്ള അപമാനത്തോടു കൂടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അവർ പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ ഞങ്ങളെ വളർത്തിയെടുക്കാൻ രാവും പകലും കഷ്ടപ്പെടുന്നത് എല്ലാ ദിവസവും കണ്ട് വളർന്നു വന്നവരാണ് ഞങ്ങളെന്ന് സാമാന്യം ഭേദപ്പെട്ട ജോലി കിട്ടി വരുമാനം കിട്ടിയാൽ എൻ്റെ അച്ഛനും അമ്മയും ഇനി അങ്ങനെ കഷ്ടപ്പെടണ്ട, അവർ വീട്ടിലിരുന്ന് ഇനി ശിഷ്ടഭാഗം ഞങ്ങൾ പൈസ കൊടുക്കുന്നത് കൊണ്ട് സുഖിച്ച് ജീവിക്കട്ടെ പറഞ്ഞ് പോകുന്ന ഒരുപാട് ആൾക്കാർ ഈ മേഖലയിൽ നിന്ന് വിട്ടും പോയിട്ടുണ്ട്. ശരിയാണ്. ഇതിനപ്പുറത്ത് പണ്ടൊക്കെ കേരളത്തിൻ്റെ ഗ്രാമീണ മേഖലയിൽ ഓരോ വീട്ടിലും അല്ലെങ്കിൽ മിക്കവാറും വീടുകളിൽ ഒരു പശുവെങ്കിലും ഉണ്ടായിരുന്നു. അവർക്ക് ഇതുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു, ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒന്നും കാണാനില്ലല്ലോ. ഇതൊരു വ്യവസായമായി മാറിക്കഴിഞ്ഞില്ലേ? അല്ല, അത് പക്ഷേ നമുക്ക് നമ്മുടെ സാമൂഹ്യ മാറ്റങ്ങൾക്കനുസരിച്ച് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ആ മാറ്റങ്ങളൊക്കെ വരും. പഴയ കാലത്തുണ്ടായ പശുക്കളെ വീട്ടിൽ വളർത്തുന്നത് 2 വിധത്തിലാണ് അന്ന് കാണുന്നത്. ഞാൻ പാലക്കാട്ടിൽ നിന്നാണ് വരുന്നത്. പാലക്കാട്ടിലെ പശുക്കളെ വളർത്തുന്നതും അതുപോലെ തന്നെ വൈക്കോല് കൂനകൾ അറിയുമല്ലോ, കൃഷിയിൽ വൈക്കോല് കൂനകളും നോക്കിയിട്ടാണ് അന്ന് ചെറുപ്പക്കാർക്ക് കല്യാണം കഴിക്കുമ്പോൾ വരുന്നത്. ആ വീട്ടിലേക്ക് എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്താൽ അവർ സുരക്ഷിതമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പോകാമെന്നുള്ള കാഴ്ചപ്പാടായിരുന്നു അന്നെങ്കിൽ. ഇന്നത് മാറി. അത് വന്ന് നോക്കിയിട്ട് അവിടെ പശുത്തൊഴുത്തും അതുപോലെ വൈക്കോലും കണ്ടാൽ ഈ വീട്ടിലേക്ക് എൻ്റെ കുട്ടികളെ അയക്കണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം ആൾക്കാർ മാറിപ്പോയി. കാരണം അത് ആ മാറ്റമാണ്, സമൂഹത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. പശു വളർത്തൽ അത്ര അങ്ങ് ആയാസകരമായി ബുദ്ധിമുട്ടില്ലാതെ പോകാമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഉണ്ട് താൻ. ഇപ്പോൾ പാലക്കാട്ട് വരികയാണെങ്കിൽ ഒരു വലിയ തോതിൽ ഒരു ആട്ടോമൈസ്ഡ് പശു ഫാം നടത്തുന്ന ഒരു ആൾ പാലക്കാട് കിഴക്കൻ മേഖലയിലുണ്ട്. അദ്ദേഹം ഒരു 1000 ലിറ്ററോളം പാല് കൊടുക്കുന്നു തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ സമ്മർദ്ദങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല. മറ്റേത് സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു പശുവിനെ വളർത്തിയാൽ രാവിലെ 3:30 മണി, അതിരാവിലെ 3:30 4 മണി മുതൽ വൈകുന്നേരം 7-8 മണി വരെ അതിൻ്റെ പുറകിലാണ്, എവിടെയും പോകാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതി പറയുന്ന ഒരു കേസുണ്ട്. ശരിയാണ്. അതുമാത്രം പരിരക്ഷിച്ച് വരുന്ന കുടുംബാംഗങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കി നമ്മളെ വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ പരിപാലിച്ച് പോകുമ്പോൾ സമയം പരിമിതിയാണ്. ഇതൊരു മെക്കനൈസ്ഡ് ആയിട്ട് അത് നോക്കാനുള്ള ജീവനക്കാരെ വെച്ച് വലിയ തോതിൽ നമ്മൾ പാല് പ്രൊഡക്ഷൻ എടുത്ത് പോയി കഴിഞ്ഞാൽ അതിന്ന് ഉള്ള വരുമാനം കൊണ്ട് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആയാസരഹിതമായി ഒരു വ്യവസായം സാധാരണ നടത്തുന്ന പോലെ തന്നെ അതിൻ്റെ റിസ്ക്കും അതോടൊപ്പം തന്നെ സുരക്ഷിതമായിട്ടും പോകാൻ കഴിയും. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ കേരള ജനസംഖ്യയിൽ എത്ര ശതമാനം ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്നവരുണ്ട് അങ്ങനെ എന്തെങ്കിലും കണക്കുകൾ? നമുക്ക് ഈ മിൽമയുടെ അംഗങ്ങളായിട്ട് നമുക്ക് കണക്കുള്ളത് 10.5 ലക്ഷം പേരാണ് കർഷകർ മിൽമയിലെ അംഗങ്ങളായിട്ടുള്ളത്. പക്ഷേ ശരാശരി പാലൊഴിക്കുന്നവരുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ലക്ഷം 3.5 ലക്ഷമാണ് പാലൊഴിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേത് അംഗങ്ങളായി പല കാലങ്ങളായി 45 കൊല്ലത്തിനകത്ത് ഇതൊന്ന് വിട്ടുപോയവരും ഇതൊന്ന് മാറിപ്പോയവരും. പിന്നെ ഈ 3.5 ലക്ഷം ആണെങ്കിൽ ഇതിൻ്റെ ഒരു സൈക്കിൾ ഉണ്ടല്ലോ,
6, 7, 8 മാസമേ പാല് കിട്ടൂ. അത് കഴിഞ്ഞാൽ കറവ സമയം വറ്റിക്കഴിഞ്ഞാൽ പാലൊഴിക്കാത്തതുണ്ട്. അപ്പോൾ ഒരു സൈക്കിൾ എന്നുള്ള നിലയിൽ അങ്ങനെയുള്ളൊരു കുടുംബങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതുമുണ്ട് ഇതിനകത്ത്. 4-5 ലക്ഷം കുടുംബങ്ങൾ എന്തായാലും ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. മിൽമ ഒരു ദിവസം എത്ര ലിറ്റർ പാല് സംഭരിക്കുന്നുണ്ട്? ഇപ്പം നമ്മൾ ഈ കോവിഡ് സമയത്ത് ഈ പറഞ്ഞ പോലെ 16-17 ലക്ഷം ലിറ്റർ വരെ നമ്മൾ സംഭരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കാരണം എന്താണെന്ന്, കോവിഡിൽ സമയത്ത് വെളിയിൽ പാല് വെക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ കർഷകരായാലും സംഘങ്ങളായാലും ലോക്കൽ സെയിലില്ലാതെ കിട്ടുന്ന പാല് മുഴുവൻ മിൽമയ്ക്ക് അയച്ചപ്പോൾ 16-17 ലക്ഷം ലിറ്റർ വരെ പോയി. മിൽമയ്ക്ക് പാല് കൂടെ മറ്റ് പാൽ ഉൽപ്പന്നങ്ങളും മിൽമ വിപണിയിൽ എത്തിക്കുന്നുണ്ടല്ലോ. ആ മേഖലയിലെ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു? നമുക്ക് 2 വിധത്തിലാണ്. ഒന്ന്, നമ്മൾ കർഷകരുടെ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കർഷകരുടെ പാല് സംഭരിക്കുക, അവർക്ക് ന്യായമായ അതിനുള്ള വില കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, ഒരു വ്യവസായ സ്ഥാപനം എന്നുള്ള നിലയിൽ സംഭരിച്ച പാല് സംസ്കരിച്ച് അതൊരു വാല്യൂ അഡീഷനോട് കൂടിയിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിറ്റ് അതിൻ്റെ ലാഭം കൂടെ കർഷകർക്ക് കൊടുക്കുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവാണ് നമുക്കുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇന്ന് ഇവിടെ ഇരിക്കുന്ന യൂണിറ്റ് അടക്കം കേരളത്തിലെ 14 ജില്ലകളിലും പാലിൻ്റെ പ്രോസസ്സിംഗ് ഉണ്ട്. പാല് കൂടാതെ നമ്മൾ തൈര്, അതുപോലെ തന്നെ ഗീ തുടങ്ങി ഒട്ടനവധി ഉൽപ്പന്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കോവിഡ് സമയത്തും അതിന് ശേഷമായിട്ട് ഒരുപാട് പുതിയ നൂതനമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കി വന്നിട്ടുണ്ട്. അതിന് പ്രധാന കാരണം, പാല് മേടിച്ച് വെക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കർഷകന് 83% വിൽപ്പനയുടെ പാലിൻ്റെ 83% കർഷകർക്ക് കൊടുക്കുക. ബാക്കി 17% കൊണ്ടാണ് മിൽമ എന്നുള്ള പ്രസ്ഥാനം നമ്മൾ ഈ പറയുന്ന സംഘങ്ങളിലെ പാല് സംഭരിക്കുന്നവർക്ക് കൊടുക്കുന്ന വിഹിതം, നമ്മളെ വിൽപ്പനക്കാർക്ക് വിൽപ്പനയ്ക്കുള്ള കമ്മീഷൻ കൊടുക്കുന്നത്, നമ്മളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റ്, ഈ ജീവനക്കാരും ഉദ്യോഗസ്ഥരടക്കമുള്ള ശമ്പളങ്ങൾ കൊടുക്കുന്നത്, ഇലക്ട്രിസിറ്റി ചാർജ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ഇൻവേർഡും ഔട്ട്വേർഡ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ഡീസൽ ഉപയോഗിക്കുന്നതിൻ്റെ ചാർജ്, പാക്കിംഗ് മെറ്റീരിയൽ തുടങ്ങി ബാക്കി എല്ലാ എക്സ്പെൻസസും ഈ 17% കൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. സ്വാഭാവികമായിട്ടും കൃത്യമായ കോസ്റ്റിംഗ് നടത്തിയാൽ പാല് മേടിച്ച് വിറ്റാൽ എത്ര നഷ്ടമായി എന്ന് മാത്രമേ നമുക്ക് കണക്കാക്കേണ്ടതുള്ളൂ മിൽമയെ സംബന്ധിച്ച്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിൽ 125 കോടി കൊടുത്താൽ പിന്നെ ഇവിടെ എങ്ങനെ കിട്ടിയെന്ന് ചോദ്യം സ്വാഭാവികമായിട്ട് മനസ്സിലാവും. അതെല്ലാം ഈ വാല്യൂ അഡീഷനായിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നത്, അത് വിൽപ്പന വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ കേരളത്തിലെ വിൽക്കുന്നതിന് കൂടാതെ കേരളത്തിൽ നിന്ന് പുറത്ത് ഇന്ത്യക്കകത്തും വിദേശത്തും പല ഭാഗത്തേക്കും വിറ്റ് തുടങ്ങി കിട്ടുന്ന ആ ലാഭം കൂടെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഫാർമേഴ്സിന് ഇത്രയും സഹായിക്കുന്നത്. അപ്പോൾ വിൽപ്പന വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു 2.5 വർഷം മുമ്പ് ഏകദേശം നമ്മൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയാണ് നമ്മളുടെ ആ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് റീപൊസിഷനിങ് മിൽമ എന്നും പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. അതിൽ പ്രധാനമായിട്ട് 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ മിൽമ തുടങ്ങിയത് മുതലുണ്ടായ മിൽമയുടെ പാക്കിംഗ്, അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ ക്വാളിറ്റി, അതൊന്ന് നമ്മൾ പരിഷ്കരിക്കണം. ഇന്നത്തെ മത്സരാധിഷ്ഠിത കമ്പോളത്തിൽ ഇപ്പോൾ നമ്മളുടെ പർച്ചേസിങ് ഹാബിറ്റൊക്കെ മാറി. കാരണം സാധാരണ നമ്മൾ കിട്ടുന്ന പ്രോഡക്റ്റ് മേടിക്കുന്നതിന് പകരം വൻകിട ഷോപ്പിംഗ് മാളിലൊക്കെ പോയി കൺസ്യൂമേഴ്സ് അവിടെ പോയി മേടിക്കുന്നത് വരുമ്പോൾ, ഒരു റാക്കിൽ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ മറ്റ് പല ബ്രാൻഡുകളും നമ്മൾ സമാനമായിട്ട് വിൽക്കുന്നതിൻ്റെ മുമ്പിൽ മിൽമ കൊണ്ട് വെച്ചാൽ അതൊരു ഷാബി ലുക്കായിട്ട് ഒരു അട്രാക്റ്റീവ് അല്ലാത്ത ഒരു ചിന്ത വന്നാൽ നമ്മളുടെ പ്രോഡക്റ്റ് നെഞ്ചോട് ചേർത്ത് പിടിച്ച കേരളീയർക്ക് പോലും അതൊരു കമ്പാരിസണിൽ അവരുടെ മനസ്സിൽ അയ്യോ ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നും. അത് മാറ്റുന്നതിന് വേണ്ടി ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഏത് അന്താരാഷ്ട്ര ബ്രാൻഡിനോട് കിടപിടിക്കാവുന്ന വിധത്തിൽ പാക്കിംഗ് നമ്മൾ ആകർഷകമാക്കി. അതാണ് ഒന്നാമത്തെ പരിപാടി. അപ്പോൾ എല്ലാ പ്രോഡക്റ്റുകളും ഇപ്പോൾ മിക്കവാറും പാക്കിംഗ് നമ്മൾ മെച്ചപ്പെടുത്തി കൊണ്ടുവരികയാണ്. ഒന്ന്, പക്ഷേ പാക്കിംഗ് മാറ്റിയാൽ നമ്മൾ ഈ ഉടുപ്പ് മാത്രം ഭംഗിയായിട്ട് ഇട്ടാൽ പോരല്ലോ. അപ്പോൾ പാക്കിംഗ് ആക്കുന്നതോടൊപ്പം തന്നെ ഗുണനിലവാരം ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പോൾ 2 കൊല്ലമായി നടത്തി. നമ്മളിപ്പോൾ 3 യൂണിയനുകളാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരം, എറണാകുളം, മലബാർ 3 യൂണിയനുകളും പല പ്രോഡക്റ്റും ഉണ്ടാക്കുമ്പോഴും ചില പ്രോഡക്റ്റുകൾക്ക് അതിൻ്റെ ക്വാളിറ്റിയിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഏത് യൂണിയനാണ് ഉണ്ടാക്കുന്നത് ആ ഫോർമുല മറ്റ് 2 യൂണിയനും അഡോപ്റ്റ് ചെയ്ത് ഏകീകരിച്ച ക്വാളിറ്റി ഉണ്ടാക്കുക. ആ ഒരു ശ്രമം നടത്തി അതിൻ്റെ SOP ഉണ്ടാക്കി കാര്യങ്ങൾ നടപ്പിലാക്കി നമ്മൾ കഴിഞ്ഞ 2 കൊല്ലങ്ങളായപ്പോൾ നമ്മളെ മിക്കവാറും എല്ലാ പ്രോഡക്റ്റിൻ്റെയും ക്വാളിറ്റി മിൽമ എന്നുള്ള ബ്രാൻഡിൽ കിട്ടുകയാണെങ്കിൽ ഒരേ കെട്ടും മട്ടും ഒരേ ക്വാളിറ്റിയിൽ കിട്ടുന്ന തരത്തിലേക്ക് ഇപ്പോൾ മാറ്റിയെടുത്തു. കഴിഞ്ഞ മാസത്തോടു കൂടി അതിൻ്റെ ആ പ്രോസസ്സ് കഴിഞ്ഞു. മൂന്നാമത് അതിനകത്ത് വരുന്നത് ക്വാളിറ്റിയും കെട്ടും മട്ടും നമ്മൾ മാറ്റുന്നതോടൊപ്പം തന്നെ മറ്റൊന്ന് ഫോക്കസ് ചെയ്തത് വില ഏകീകരണമാണ്. കാരണം ഇപ്പോൾ ചില ഭാഗത്ത് ചില പ്രോഡക്റ്റിന് അതിൻ്റെ വെയിറ്റ് വ്യത്യാസം ഉണ്ടാകും. നമ്മൾ 50 ഗ്രാം കൊടുക്കുന്നതിന് പകരം 60 ഗ്രാം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രോറേറ്റ ബേസിൽ പ്രൈസിൻ്റെ വ്യത്യാസം വരും. ഇപ്പം നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തു. ഒരേ പ്രോഡക്റ്റ് നമ്മൾ 3 യൂണിയനിൽ എവിടെ ഉണ്ടാക്കിയാലും ഒരേ വെയിറ്റ്, ഒരേ വില, ഒരേ ക്വാളിറ്റി, ഒരേ പാക്കിംഗ്. അപ്പോൾ മിൽമ ഒരു ഏകീകൃത സ്വഭാവത്തിൽ വന്നു.
മറ്റൊരു കാര്യം നമ്മൾ നോക്കിയത് 3 യൂണിയനിൽ പല പ്രോഡക്റ്റുകളും അവരുടേതായിട്ടുള്ള തനത് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെ ട്രിവാൻഡ്രത്ത് ഉണ്ടാക്കുന്ന സാധനം ചിലപ്പോൾ കോഴിക്കോട്ട് പോയാൽ കിട്ടില്ല. ഇവിടെ ഒരു പ്രത്യേക സാധനം കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാവും, അത് കാസർഗോഡോ കോഴിക്കോട്ടോ പോയാൽ കിട്ടില്ല, അല്ലെങ്കിൽ എറണാകുളത്ത് വന്നാൽ കിട്ടില്ല. ഇപ്പം നമ്മൾ 3 യൂണിയൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ 3 യൂണിയൻ്റെ പ്രവർത്തന പരിധിയിൽ, അതായത് കേരളം മുഴുവനും ആ പ്രോഡക്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ എല്ലാ ഭാഗത്തും എല്ലാ പ്രോഡക്റ്റും കിട്ടുക എന്നുള്ള നടത്തിലേക്ക് പോവുകയാണ്. അത് പൂർത്തീകരിച്ചിട്ടില്ല, അപ്പോൾ എല്ലാ ഭാഗത്തും കിട്ടും. ശരി, ഈ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് തന്നെ ഇപ്പോൾ കേരളത്തിലെ കാര്യമാണല്ലോ പറയുന്നത്. യൂറോപ്പിലേക്കും UK-യിലേക്കും US-ലേക്കും മറ്റും കയറ്റി അയക്കാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ. അതുപോലെ കേരളത്തിന് പുറത്തുള്ള വിപണികളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്ത് ഇന്ത്യയിലെ പ്രധാന മെട്രോസിലൊക്കെ ഇപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റുകൾ കിട്ടുന്ന സംവിധാനമുണ്ട്. ഇപ്പോൾ ചെന്നൈ ആയാലും ബാംഗ്ലൂർ ആയാലും മഹാരാഷ്ട്ര ആയാലും അഹമ്മദാബാദ് അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നുണ്ട്. ഡൽഹിയിൽ കിട്ടുന്നുണ്ട്, മുംബൈയിൽ കിട്ടുന്നുണ്ട്. അവിടെ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയുണ്ട്? പക്ഷേ ഈ നമ്മൾ മേടിക്കുന്ന പ്രോഡക്റ്റുകൾ കിട്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ അവരൊക്കെ വളരെ തൃപ്തരാണ് ക്വാളിറ്റിയെ സംബന്ധിച്ചിട്ട്. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, നമ്മളിതൊന്നും ഒരു സ്റ്റഡി നടത്തി മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കെട്ടും മട്ടും പ്രോഡക്റ്റൊക്കെ നല്ലതാണ്. നമ്മളൊരു പോരായ്മയുണ്ടത് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് വേണ്ടത്ര ഉയർന്നു വന്നില്ല എന്നാണ്. അപ്പോൾ താങ്കൾക്ക് മിൽമയുടെ ഒരു പ്രോഡക്റ്റ് വേണം, 10 കിലോമീറ്റർ വണ്ടിയെടുത്ത് കറങ്ങിപ്പോയിട്ട് ആ പ്രോഡക്റ്റ് മേടിക്കാനായിട്ടൊന്നും നമ്മൾ ഒരു കസ്റ്റമറെ പറഞ്ഞാൽ നിൽക്കില്ല. അപ്പോൾ നമുക്ക് അവരുടെ ഏറ്റവും അടുത്ത പോയിന്റിൽ നമ്മുടെ സാധനങ്ങൾ കിട്ടാവുന്ന വിധത്തിലേക്ക് സപ്ലൈ ചെയിൻ ഒന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുവരിക. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 2-3 കൊല്ലങ്ങളായി നിൽക്കുന്നത്. അത് ഒരുപക്ഷേ താങ്കളുടെ ശ്രദ്ധയിലും പെട്ട് കാണാം. കഴിഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി മിൽമ എന്നുള്ള ബ്രാൻഡിൻ്റെ ഒരു സ്വീകാര്യതയും ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നതും അവൈലബിലിറ്റി ഉണ്ടാക്കുന്നതിനും നമ്മൾ ഒട്ടനവധി സംവിധാനങ്ങൾ ചെയ്തു. പബ്ലിസിറ്റിയും പ്ലേസ്മെൻറ്റും നമ്മൾ പാരലായിട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി. ഇനിയും അത് പൂർണ്ണ തോതിൽ എത്തിയിട്ടില്ല. ഓരോരോ പ്രോഡക്റ്റ് വൈസ് നമ്മൾ കൊണ്ടുപോകുന്ന വിധത്തിൽ അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് മാറുകയാണ്. കൺവെൻഷണൽ ടൈപ്പ് മാർക്കറ്റിങ്ങിൽ നിന്ന് അത്തരം ആൾക്കാർ നമ്മളെ ലോയലായിട്ട് നിന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഏജൻറ്റുമാരെയും ഒക്കെ നിലനിർത്തണം. കാരണം നമ്മളെ സാഹചര്യം അനുസരിച്ചിട്ട് അവരെ അങ്ങ് തള്ളി വിട്ടിട്ട് കഴിയില്ല. കാരണം മിൽമയുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് അവരുടെ പങ്ക് ചെറുതല്ല. അപ്പോൾ അവരെയും സംരക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിന് മോഡേൺ ട്രേഡിലൂടെയും അതുപോലെ തന്നെ പുതിയ മത്സരത്തിനെ നേരിടാനുള്ള പ്രൊഫഷണൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ അത് നേടിയെടുക്കുക എന്നുള്ളതിലേക്കാണ് പോകുന്നത്. ഇതല്ലാതെ മറ്റെന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്? വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും അവസാനമായി ചെയ്തതാണ് നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും മുതൽ മുടക്കുള്ള പൗഡർ പ്ലാന്റിൻ്റെ മൂർക്കനാട്, മലപ്പുറം പോലുള്ളൊരു സ്ഥലത്ത് നമ്മൾ തുടങ്ങിയ പൗഡർ പ്ലാന്റ്. അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ 131 കോടി രൂപ മുതൽ മുടക്കിൽ കേരളത്തിലെ ഇത്രയും വലിയ മുതൽ മുടക്കുള്ള ഒരു ഡയറി പ്ലാന്റ് ആദ്യമായിട്ടാണ് നമ്മളവിടെ ചെയ്യുന്നത്. അത് മുതൽ മുടക്കിൻ്റെ കാര്യം മാത്രമല്ല, നമുക്ക് ഏത് വികസിത രാജ്യത്തിൽ നമുക്ക് പോയാൽ കാണാൻ പറ്റാവുന്ന ഒരു പ്ലാന്റിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് അത്രയ്ക്ക് മെച്ചപ്പെട്ട സാങ്കേതിക മികവുള്ള മെഷീനറികളാണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് വരാൻ കാര്യങ്ങൾ അതാണ്. പാൽപ്പൊടി ഫാക്ടറി ഒരിക്കലും ലാഭകരമായി മുന്നോട്ട് പോകേണ്ട ഒരു പ്രപ്പോസലല്ല, ഒരു ഇൻഡസ്ട്രി അല്ല. ഇത് സർപ്ലസ് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് പാൽപ്പൊടി ഫാക്ടറി. എല്ലാ ഭാഗത്തും അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സർക്കാർ മുമ്പിൽ പറഞ്ഞ് ഞങ്ങൾക്കിത് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾക്കൊരു ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, സർക്കാർ സഹായിക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ പ്രോജക്റ്റ് കൊടുത്തു. അങ്ങനെ 54 കോടി രൂപയുടെ പ്രോജക്റ്റാണ് നമ്മൾ ആദ്യം കൊടുത്തത്. 54 കോടി രൂപയുടെ പ്രോജക്റ്റ് കൊടുത്തപ്പോൾ 48 കോടി രൂപ സർക്കാർ ഗ്രാൻറ്റ് തന്നു. അതും ചരിത്രത്തിലാദ്യമായി കേരള സർക്കാർ നമുക്ക് മിൽമയ്ക്ക് ഇത്രയധികം ഗ്രാൻഡ് ഒരു പ്രോജക്റ്റിന് തന്നത് ചരിത്രത്തിലാണ്. 48 കോടി തന്നപ്പോൾ ബാക്കി ഒരു 5 കോടി 6 കോടിയെ നമ്മൾ ചിലവഴിക്കേണ്ടതുള്ളൂ. ശരി, വേറെ എന്തെങ്കിലും പുതിയ പ്രോഡക്റ്റുകൾ മിൽമയിൽ നിന്ന് പുറത്തു വരുന്നുണ്ടോ? ധാരാളം പ്രോഡക്റ്റുകൾ ഇതിനകം വന്നു. പിന്നെ താങ്കൾ നേരത്തെ ചോദിച്ച പോലെ ഇന്ത്യക്കകത്ത് പല ഭാഗങ്ങളിലും കിട്ടുന്നത് കുറേ കൂടെ വിപുലീകരിച്ചുകൊണ്ട് കുറച്ചുകൂടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നന്നാക്കി ഇപ്പോൾ നമ്മൾ മേജർ മെട്രോസിൽ മാത്രം കൊടുക്കുന്നതിന് പകരം പല ഭാഗത്തും പ്രോഡക്റ്റുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ട്. ഞങ്ങളെടുക്കുന്ന ഒരു എത്തിക്കൽ തീരുമാനം എന്ന് പറയുന്നത് ലിക്വിഡ് മിൽക്ക് കൊടുക്കില്ല. കാരണം അതാണല്ലോ ഒരു ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടായത്, ഓർക്കുമല്ലോ. KMF ഇവിടെ ലിക്വിഡ് മിൽക്ക് വിൽക്കുന്നതിനെതിരെ നമ്മളൊക്കെ പ്രതികരിച്ചത്. ലിക്വിഡ് മിൽക്ക് വിൽക്കരുത്, യഥാർത്ഥത്തിൽ പ്രോഡക്റ്റ് വിൽക്കുന്ന പോലെയല്ല. നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത് സഹകരണ നിയമത്തിന് അടിസ്ഥാനമായിട്ടാണ് മിൽമ പ്രവർത്തിക്കുന്നത്. നമ്മളുടെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്താണ്. കേരള സഹകരണ നിയമത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ കേരള സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സഹകരണ നിയമത്തിൽ പ്രവർത്തിക്കുന്ന മിൽമ അതിൻ്റെ സംഭരണവും കേരളത്തിൽ തന്നെ ആയിരിക്കണം, അതിൻ്റെ പാല് വിൽക്കനയും കേരളത്തിൽ തന്നെ ആയിരിക്കണം. അതിനപ്പുറത്ത് സംഭരിക്കാനും പോകാൻ പാടില്ല,
പാല് വിൽപ്പനയ്ക്കും ഇന്നത്തെ നിയമം നമ്മൾ അനുവദിക്കില്ല. അതിന് പ്രത്യേക അനുമതിയും അല്ലെങ്കിൽ സംവിധാനം ഉണ്ടാക്കിയിട്ട് പോകാൻ പറ്റുള്ളൂ. അതിനെ മറികടന്നുകൊണ്ട് മറ്റ് പല ബ്രാൻഡുകളും ഇവിടെ വിൽക്കാൻ വരുന്ന സഹകരണ സ്ഥാപനങ്ങൾ വിൽക്കാൻ വരുന്നതിനെയാണ് നമ്മൾ എതിർത്തത്. അത് അൺഎത്തിക്കലാണെന്ന് പറയുന്നത്, നിയമത്തിന് വിരുദ്ധമാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കകത്ത് വിപുലീകരിച്ച് പ്രോഡക്റ്റ് വിൽക്കുന്നതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നല്ല രീതിയിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മളുടെ പ്രോഡക്റ്റുകൾ പോകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പോകുന്നത് നെയ്യാണ്. ഏറ്റവും വലിയ വോളിയം പോകുന്നത് നെയ്യാണ്. കൂടാതെ പാലട നമ്മൾ വിൽക്കുന്നതും അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് പോയത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ നോക്കി നമ്മളുടെ ഒരു 10-15ഓളം പ്രോഡക്റ്റുകൾ, അല്പം ഷെൽഫ് ലൈഫ് കൂടുതലുള്ള പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്തുകൊണ്ട് വിദേശത്ത് മാർക്കറ്റിലേക്ക് കൊടുക്കുന്നതിന് ഇപ്പോൾ നമ്മൾ തയ്യാറായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ ലുലു മാളുമായിട്ട്, ലുലു ഗ്രൂപ്പുമായിട്ട് ഒരു ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അവർ ഇന്ത്യക്കകത്തുള്ളതും തുടക്കം എന്നുള്ള നിലയിൽ അവിടെ ഗൾഫ് കൺട്രീസിൽ അവരുടെ ലുലു മാളിൽ നമ്മൾ ഈ 10-15 പ്രോഡക്റ്റുകൾ എടുത്തു കൊടുക്കുന്നതിന് ഇപ്പോൾ വളരെ വൈകാതെ നിൽക്കും. അത് സക്സസ്ഫുൾ ആയാൽ ലുലുവിൻ്റെ ലോകം മുഴുവനുള്ള എല്ലാ അവരുടെ ഔട്ട്ലെറ്റിലും എടുക്കാമെന്നുള്ള ധാരണയാണ് നിൽക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ നമ്മൾ ഈ ചർച്ചകൾ നടക്കുന്നത് സ്റ്റേറ്റ്സിൽ 1-2 പേര് ഇപ്പോൾ നമ്മളുടെ സാധനങ്ങൾ എടുക്കുന്നതിന് തയ്യാറായി വന്നിട്ടുണ്ട്. അതിലെ ഒരാൾക്ക് നമ്മളൊരു എഗ്രിമെൻ്റൊക്കെ വെച്ച് കൊടുത്ത് പോകുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വളരെ വലിയൊരു സ്ഥലമായതുകൊണ്ട് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് അത് നടത്താൻ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് വരുമ്പോൾ വേറൊരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ, എക്സ്പോർട്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരുമായിട്ട് ചർച്ചകൾ നടത്തുകയാണ്. കൂടാതെ ഇപ്പോൾ ആഫ്രിക്കൻ കൺട്രീസിൽ, യൂറോപ്യൻ കൺട്രീസിൽ, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിന് 1-2 ഗ്രൂപ്പുകൾ നമ്മൾ സംസാരിച്ച് അതിൻ്റെ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ലോകത്ത് എവിടെയായാലും പ്രത്യേകിച്ചിട്ട് മലയാളി സമൂഹം ഉള്ളവിടെയൊക്കെ നമ്മൾ പ്രോഡക്റ്റ് എത്തിക്കുന്നതിന് നമ്മൾ തയ്യാറാണ്. മിൽമ എന്ന് പറയുന്നത് കർഷകരുടെ ഒരു കൂട്ടായ്മയാണല്ലോ. അപ്പോൾ അത് വെറും ഒരു കച്ചവടം മാത്രമല്ല, അതിനൊരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. ആ അർത്ഥത്തിൽ ക്ഷീര കർഷകരുടെ ഒരു ദീർഘകാല ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് മിൽമയുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഒട്ടനവധിയുണ്ട്. നമ്മൾ എല്ലാ കൊല്ലങ്ങളും ഓരോരോ യൂണിയനുകൾ നമ്മൾ വെക്കുന്ന ബഡ്ജറ്റിൽ തന്നെ നമ്മൾ കർഷക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ലിസ്റ്റ് ചെയ്ത് നമ്മൾ ഫണ്ട് മാറ്റി വെക്കാറുണ്ട്. ഞാനീ പറഞ്ഞ 125.5 കോടി രൂപ നമ്മൾ ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് കൂടാതെ തന്നെ നമ്മൾ ഓരോരോ കൊല്ലത്തെ ബഡ്ജറ്റിലും ഒട്ടനവധി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ പറയാം. അപ്പോൾ മലബാറിൽ നടത്തിയ കാര്യം, മലബാറിൻ്റെ ചെയർമാൻ കൂടെ ആയതുകൊണ്ട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനുണ്ട്. മലബാറിൽ നടത്തിയ പ്രധാനപ്പെട്ട, എനിക്കിപ്പോൾ അത് പറയണമെങ്കിൽ ഒരുപക്ഷെ 3-4 മണിക്കൂർ അത് പറയേണ്ടി വരും. അത്രയധികം വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ എടുത്തു പറയേണ്ടത്. പാവപ്പെട്ട ക്ഷീരകർഷകർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെ കുടുംബത്തിനെ നോക്കി കുട്ടികളെ പഠിപ്പിച്ച് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും വൈദ്യസഹായവും ഒക്കെ പോയി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ ഉണ്ടാക്കാനുള്ള പണം സ്വരൂപിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതി, 5 ലക്ഷം രൂപ നമ്മളത് അവർക്ക് ഒരു സഹായ പദ്ധതി കൊടുത്ത് വീട് വെച്ച് വരുന്ന പദ്ധതി നമ്മൾ 5 കൊല്ലം മുമ്പാണ് തുടങ്ങിയത്. ഇപ്പോൾ ഈ കൊല്ലത്തോടുകൂടി 36 വീടുകൾ അങ്ങനെ പാവപ്പെട്ട 6 ജില്ലകളിലെ കർഷകർക്ക് മലബാറിൽ കൊടുത്തു കഴിഞ്ഞു. അത് വേറിട്ടൊരു അനുഭവമാണ്. നമ്മളിപ്പോൾ ഈ കർഷകർ, ഡയബറ്റിക് ആയിട്ടുള്ള കർഷകർ, നമുക്കറിയാം ഡയബറ്റിക് ആയ കർഷകർക്ക് കയ്യോ വിരലോ കാലോ ഒക്കെ മുറിക്കുന്ന ആംപുറ്റേഷൻ നടത്തുന്ന പരിപാടിയുണ്ട്. അങ്ങനെ നടത്തുന്നവർക്ക് ഒരു സഹായധനം എന്നുള്ളതിലേക്ക് 25,000 രൂപ കൊടുക്കുന്ന പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ കർഷകർ രാവും പകലും കഷ്ടപ്പെട്ട് അവർക്ക് മാരകമായ രോഗങ്ങൾ, ഒരു 3-4 രോഗങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഹൃദ്രോഗം, അതുപോലെ തന്നെ ക്യാൻസർ, കിഡ്നി ഫെയിലിയർ തുടങ്ങിയ രോഗങ്ങൾ വന്നാൽ അവർക്ക് ചികിത്സയ്ക്ക് ഒരു 1 ടൈം ഹെൽപ്പ് എന്നുള്ള നിലയ്ക്ക് ഒരു 20,000 കൊടുക്കും. മാത്രമല്ല ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പരിരക്ഷ നമ്മൾ സബ്സിഡി റേറ്റിൽ അവർക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം നടപ്പിലാക്കിയത് നമ്മൾ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഡയാലിസിസ് ചെയ്യുന്ന സംവിധാനമുണ്ട്. വളരെ വളരെ നമ്മളത് കണ്ടാൽ വളരെ പ്രയാസം നമുക്ക് തോന്നുന്ന വിധമാണ്. അവർക്കൊരു മാസം 1000 രൂപ ഡയാലിസിസിന് ആനുകൂല്യങ്ങൾ, ഡയാലിസിസ് ചെയ്യുന്ന കാലത്തോളം 1000 രൂപ പ്രതിമാസം അവരെ ബില്ല് സബ്മിറ്റ് ചെയ്യുമ്പോൾ പരമാവധി 1000 രൂപ കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക്, ഡയബറ്റിക് കുഞ്ഞുങ്ങൾക്ക് ബാധിക്കുക എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ആശങ്കയാണ്. ആ വന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു മാസം 500 രൂപ ഇൻസുലിനും ഡോക്ടർ കൺസൾട്ടേഷനും ബില്ല് സബ്മിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കൊടുക്കുന്ന 18 വയസ്സ് വരെ അല്ലെങ്കിൽ 50,000 രൂപ വരെ സീലിംഗ് വരുന്ന കൊടുക്കുന്ന പദ്ധതി. മറ്റൊന്ന്, നമ്മൾ വിധവകളായ കർഷകരുടെ പെൺകുട്ടികൾക്ക് കല്യാണങ്ങൾ നടക്കുകയാണെങ്കിൽ പെൺകുട്ടികൾ കല്യാണം നടത്തുന്നതിന് തലേ ദിവസം പോയി 10,000 രൂപ അവർക്ക് ഒരു ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. വിധവകളല്ല സാധാരണ കർഷകർക്ക്, വിധവകളായിട്ടുള്ള കർഷകർക്കാണെങ്കിൽ പെൺകുട്ടികൾക്ക് 50,000 രൂപ സഹായധനം കൊടുക്കുന്നു. ഇതൊന്നും വലിയൊരു സംഖ്യയായിട്ടല്ല പറയുന്നത്, ഒരു ചുവടുവയ്പ്പ്, അവർക്കൊരു പാറ്റ് കൊടുക്കുന്ന വിധത്തിൽ ചുവടുവയ്പ്പ്. ഇങ്ങനെ ഞാനിപ്പോൾ പറയാൻ തുടങ്ങിയാൽ വലിയൊരു ബുക്ക്ലെറ്റാണ് നമ്മൾ ഈ നടത്തിയ കാര്യങ്ങളും ഇക്കൊല്ലം നമ്മൾ പദ്ധതികളിൽ കുറേ കൂടെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് കർഷക ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ
സാധ്യമായ വിധത്തിൽ നടത്തിക്കൊണ്ടു പോകും. ശരി, ദീർഘകാലം ഈ ക്ഷീര മേഖലയിൽ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ ഈ ക്ഷീരമേഖലയുടെ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ലോകമൊട്ടാകെ ക്ഷീരമേഖല പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്ത് കേൾക്കുന്നുണ്ട്. താങ്കളുടെ ഒരു അനുഭവത്തിൽ, താങ്കളുടെ ഒരു എക്സ്പീരിയൻസിൽ എന്താണ്? വെല്ലുവിളികളുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് ലോകം മുഴുവൻ അനുഭവിക്കുന്ന വെല്ലുവിളികളുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ലേബർ പ്രോബ്ലമാണ്. അത് ഇന്ത്യയിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു മാർജിനൽ ഫാർമേഴ്സ് അതുകൊണ്ട് ജീവിക്കുന്നവരായതുകൊണ്ട് അത്രയധികം ഒരു 20% കേരളം പോലുള്ള സംസ്ഥാനം വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. മറ്റ് ഈ മേഖലയ്ക്ക് നമ്മൾ അനുഭവിക്കുന്ന, ലോകം മുഴുവൻ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം ക്ലൈമറ്റ് ചേഞ്ചാണ്. ക്ലൈമറ്റ് വല്ലാതെ ബാധിക്കുന്ന, പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്നൊരു മേഖലയാണ് ക്ഷീരമേഖല. ഒന്നാമത് നമ്മൾ കേരളത്തിൽ നമുക്കറിയാം, ഒന്ന് പ്രളയം വന്നാലും ക്ഷീരമേഖലയ്ക്ക് പ്രശ്നമാണ്, വരൾച്ച വന്നാലും ക്ഷീരമേഖലയ്ക്ക് പ്രശ്നമാണ്. വരൾച്ച വരുന്ന സമയത്ത് തീറ്റ കിട്ടാതെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കി പാലിൻ്റെ സംഭരണ കുറവ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 12 ലക്ഷം പാല് കുറയാനുള്ള കാരണങ്ങളൊന്നും ഈ ചൂട് തുടങ്ങിയത് കൊണ്ടാണ്. പാലിൻ്റെ പ്രൊക്യൂർമെൻറ്റിൽ കുറവ് വരുന്ന ഒരു റീസണാണ്. അത് മറികടക്കാൻ, അതാണ് നമുക്ക് നമ്മളിപ്പോൾ ഇതുപോലുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിനും ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു ആശ്വാസമായിട്ട് കർഷകരെ എങ്ങനെ സഹായിക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് മറികടക്കാൻ 3 കൊല്ലം മുമ്പ് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ, അത് ലോകത്ത്, ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ അവരൊക്കെ അത്ഭുതപ്പെടുകയാണ്. കർഷകർക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിന്, അതിവേനലിന് ഒരു ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മളാണ് നടപ്പിലാക്കിയത് മലബാറിൽ. അത് കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരം, എറണാകുളം നടപ്പിലാക്കിയത്. അത് പിന്നീട് ഞാൻ ദേശീയ തലത്തിൽ ചർച്ച ചെയ്തപ്പോഴാണ് മറ്റ് യൂണിയനുകളൊക്കെ നടപ്പിലാക്കിയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ ടെമ്പറേച്ചർ ഒന്നും ചെയ്യേണ്ട, അവർക്ക് ഒരു പ്രീമിയം ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ 2 മാസ കാലയളവിലേക്കാണ് ഇൻഷുറെങ്കിൽ, നമ്മൾ ആ പറഞ്ഞ മാസങ്ങളിൽ ഒരു നിശ്ചിത ടെമ്പറേച്ചറിന് കൂടുതൽ ഒരു ആഴ്ച പോയാൽ ഒരു എമൗണ്ട് 200 രൂപ കിട്ടും അവർക്ക്, ഒരു കർഷകന്. 1 മാസം വരെ പോയാൽ 2000 രൂപ വരെ കിട്ടുന്ന വിധത്തിലുള്ളൊരു പദ്ധതി നടപ്പിലാക്കിയത് അങ്ങനെയാണ്. അതൊരു വേറിട്ട അനുഭവമാണ് ക്ലൈമറ്റിക് ചേഞ്ച്. ഞാനത് പാരീസിൽ പോയിട്ട് ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ അവരൊക്കെ അത്ഭുതമാണ്. അങ്ങനെ ഒരു പരിപാടി അവിടെയില്ല. ഈ ക്ഷീരമേഖലയിലെ കർഷകനെ സംരക്ഷിക്കാനുള്ള ഒരു പരിപാടിയില്ല. മറ്റൊന്ന്, നമ്മൾ ഈ ലേബർ പ്രശ്നങ്ങൾ മാറ്റുന്നതിന് കഴിയാവുന്ന തരത്തിലെല്ലാം ഓട്ടോമേഷൻ ഒരു പ്രധാന കാര്യമാണ്. അത് നമുക്ക് നടത്തിയേ മതിയാവുള്ളൂ. മറ്റൊരു പ്രധാന വിഷയം, നമുക്ക് പ്രൊഡക്ടിവിറ്റി ഒരു വിഷയമാണ്. നമ്മൾ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ പ്രൊഡക്ടിവിറ്റി ഒരു വിഷയമാണ്. പ്രൊഡക്ടിവിറ്റിയിൽ നമുക്ക് അഭിമാനിക്കാം ഇപ്പോഴും. കാരണം ഇന്ത്യയിൽ 2ാം സ്ഥാനമാണ് ഇപ്പോൾ കേരളത്തിലെ പ്രൊഡക്ടിവിറ്റിയിലുള്ളത്. പഞ്ചാബാണ് 1ാം സ്ഥാനം നിൽക്കുന്നത്. 14 ലിറ്ററോ മറ്റോ ആണ് ഒരു പശുവിന് ശരാശരി ഉൽപ്പാദനം. കേരളത്തിൽ നമ്മൾ 10.7 ലിറ്ററാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ അനിവാര്യമായ കാര്യമാണ്. അതിൻ്റെ പ്രധാന കാരണം 2 നേട്ടങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, 10 ലിറ്റർ കിട്ടുന്ന ഒരു കർഷകന് 15 ലിറ്റർ കിട്ടിയാൽ, 5 ലിറ്റർ അധികം കിട്ടിയാൽ ചെറിയ തീറ്റ ചിലവല്ലാതെ വേറെ ചിലവുകളൊന്നും വരുന്നില്ല. അപ്പോൾ അയാൾക്ക് അഡീഷണൽ കുറേ വരുമാനം വരും. അപ്പോൾ കുറച്ചുകൂടെ ആദായം കിട്ടും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് കാര്യം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പാലിൻ്റെ സംഭരണം കുറവ്, വിൽപ്പനയ്ക്ക് 6-7 ലക്ഷം ലിറ്റർ ഒരു ദിവസം പാല് നമ്മളിപ്പോൾ ഡെയിലി വെളിയിൽ നിന്ന് മേടിക്കുകയാണ്. അത് ഈ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ്മെൻറ്റോട് കൂടിയിട്ട് കുറച്ച് പാല് നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കുന്നത്, കുറച്ചല്ല ഗണ്യമായ തോതിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും കഴിയും. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മെക്കനൈസേഷൻ സാധ്യമായ സ്ഥലങ്ങളിൽ മെക്കനൈസേഷൻ പോകുന്നതുകൊണ്ട് ഗുണമില്ല. പക്ഷേ ഇതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നവരെ മാറ്റി നിർത്തി അവരുടെ വരുമാനം അല്ലെങ്കിൽ അവരുടെ ജീവിതമാർഗം അടച്ചിട്ട് മെക്കാനൈസേഷൻ പോകണമെന്നതിൽ നമുക്ക് അഭിപ്രായമൊന്നുമില്ല. 2ഉം പാരലായിട്ട് നമുക്ക് പോകുക എന്നുള്ളതാണ്. ശരി, താങ്കളുടെ മിൽമയോടൊപ്പമുള്ള താങ്കളുടെ ഒരു യാത്രയുടെ അനുഭവം എങ്ങനെയാണ്? താങ്കൾ തൃപ്തനാണോ? തൃപ്തനല്ല, ഇതൊരു പാഷനായിട്ടാണ് ഈ മേഖലയിൽ വന്നത്. എന്നെക്കുറിച്ച് താങ്കൾക്ക് എനിക്കറിയുമെന്നറിയില്ല. പ്രധാനം, ഞാനൊരു ബിസിനസ്സുകാരനാണ്. 45 കൊല്ലമായിട്ട് കുറേ ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സും ഒക്കെ വിൽക്കുന്ന 2 സ്ഥാപനങ്ങൾ പാലക്കാട്ട് നടത്തി വരുന്ന ആളാണ്. മാത്രമല്ല അതൊക്കെ വലിയ തോതിൽ കയറ്റുമതി ചെയ്ത് ദേശീയ തലത്തിലെ ഏറ്റവും നല്ല കയറ്റുമതിക്കുള്ള പുരസ്കാരങ്ങളും നിരവധി വർഷങ്ങളായിട്ട് മേടിച്ചിട്ടുണ്ട് പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സൗത്ത് ഇന്ത്യയിലെ ഈ എൻജിനീയറിംഗ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ, ഇന്ത്യയിൽ നിന്നുള്ള എൻജിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൻ്റെ സൗത്ത് ഇന്ത്യയിൽ ഞങ്ങളൊരു സോണുണ്ട്. സൗത്ത് ഇന്ത്യയുടെ ചെയർമാനായിരുന്നു ഞാൻ. 6 സംസ്ഥാനങ്ങൾ അടങ്ങുന്ന സൗത്ത് ഇന്ത്യയുടെ ചെയർമാനാണ്. ആ ചെയർമാനായിട്ട്, മിൽമ ചെയർമാനായിട്ട് ഞാൻ വന്നിട്ട് ആ സ്ഥാനം പിന്നീട് തുടരാൻ താല്പര്യമില്ല പറഞ്ഞ് ഞാനത് ഒഴിയുമ്പോൾ, ഒരു കൊല്ലം നമ്മൾ ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് എൻ്റെ അംഗങ്ങളിലൂടെ കയറ്റുമതി ചെയ്തത് എമൗണ്ട് വളരെ ഭീമമാണ്. 2.25 ലക്ഷം കോടി രൂപയാണ് ഒരു കൊല്ലത്തെ കയറ്റുമതി. ആ സ്ഥാപനത്തിൻ്റെ ചെയർമാനായിരുന്നിട്ട് ആ സ്ഥാനം ഒഴിഞ്ഞിട്ടാണ് 4500 കോടി രൂപയുടെ മിൽമയുടെ ചെയർമാൻഷിപ്പിൽ വന്നെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ താങ്കൾ എന്താ ചിന്തിക്കുക?
35 കൊല്ലം ഒരു പ്രാഥമിക സംഘത്തിൻ്റെ പ്രസിഡൻ്റായി കർഷകരുമായിട്ട് ഇടപെട്ട് ജീവിച്ച് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മറ്റേത് ഇപ്പോൾ ഞാനില്ലെങ്കിലും ഉണ്ടെങ്കിലും അത് പോകും. വൻകിട ആൾക്കാരാണ്. ഒരു വർഷം തന്നെ 13,000 കോടി 11,000 കോടി കയറ്റുമതി ചെയ്യുന്ന വൻകിട കമ്പനിക്കാർ എൻ്റെ അംഗങ്ങളാണ് അവിടെ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ 4,500 കോടി വിറ്റുവരവുള്ള നമ്മൾ ഈ പറഞ്ഞ 3-3.5 ലക്ഷം ലക്ഷം കർഷകരുടെ ജീവിത മാർഗത്തിന് എന്നെക്കൊണ്ട് കഴിയാവുന്ന എന്തെങ്കിലും ചെറിയ ഒരു കാര്യങ്ങൾ ചെയ്താൽ എൻ്റെ ജീവിതത്തിൽ ഇതിൽ കൂടുതൽ സന്തുഷ്ടി വേറൊന്നുമില്ല. മിൽമയെക്കുറിച്ചും ക്ഷീര കാർഷിക മേഖലയെക്കുറിച്ചും വളരെ ആഴത്തിലുള്ള ഉൾക്കാഴ്ചകളാണ് താങ്കൾ പങ്കുവച്ചത്. ഇത്ര സമയം മൈഫിനോടൊത്ത് ചെലവഴിച്ചതിന് വളരെ നന്ദി. താങ്കളുടെ യാത്രയിൽ, മിൽമയുടെ യാത്രയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്.